ജീവിതം. അനുഭവങ്ങളുടെ നിറവിലൂടെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. നമസ്കാരം, സ്വാഗതം ധന്യമീ ജീവിതത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെള്ളമുണ്ട സ്വദേശിയായ മമ്മു എന്ന വ്യക്തിയെയാണ്. 83 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. വെള്ളമുണ്ടയുടെയും വയനാടിന്റെയും ചരിത്രം പലതും വളരെ വ്യക്തമായി അറിയാം ഇദ്ദേഹത്തിന്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യാം. എൻ്റെ പേര് മമ്മു. 83 വയസ്സ് പ്രായം കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിലുള്ള അനുഭവം പറഞ്ഞാൽ ഇപ്പോഴും താരതമ്യപ്പെടുത്തിയാൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും. ഈ മാറ്റൊലി പരിപാടിയിൽ അദ്ദേഹത്തിന് എനിക്ക് പറയാനുള്ളത് വാർത്താമാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള കഥയാണെന്ന് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ മാത്രമാണ് വാർത്താമാധ്യമം എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അത് പോസ്റ്റ് ഓഫീസിലൂടെ തപാൽ വഴിയാണ് ഇവിടെ വിതരണം ചെയ്യാറ്. പോസ്റ്റ് ഓഫീസിന് ലീവുള്ള ദിവസമാണ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വരിക്കാർക്ക് പത്രം കിട്ടുക. അന്ന് മോട്ടോർ വാഹനങ്ങളൊന്നും വയനാട്ടിൽ ഓടാറില്ല. കാളവണ്ടി മാത്രമാണ് യാത്രാ സൗകര്യം. ആ പത്രങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന പത്രങ്ങളിൽ നിന്ന് നേരം പുലരുന്നതിന് മുമ്പായി പിടിയിലെത്തുകയും 7 മണിക്ക് മുമ്പായി ജനങ്ങളുടെ കൈകളിലെത്തുകയും ചെയ്യുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്ത് മറ്റേ 2-3 ദിവസം പോസ്റ്റ് ഓഫീസിൽ ലീവാണെങ്കിൽ 3 ദിവസം കഴിയും. റേഡിയോ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ടത് വെള്ളമുണ്ട AUP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. AUP സ്കൂളിന്റെ മുമ്പിലുള്ള ബിൽഡിംഗിൽ 2ാം നിലയിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ റൂമില് ഒരു വലിയ പെട്ടി, അത് റേഡിയോ ആണെന്ന് പറഞ്ഞിപ്പോ കേട്ടു. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അതില് വൈദ്യുതിയൊന്നുമില്ല, അതില് ബാറ്ററി വെച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കാറ്. അതിന് സിഗ്നൽ കിട്ടണമെങ്കിൽ വലിയ ഒരു നൂൽക്കമ്പി വളരെ ഉയരത്തിൽ കെട്ടി ഉയർത്തി കാണിക്കണം, എന്നാൽ മാത്രമേ സിഗ്നൽ കിട്ടൂ. മലയാളത്തിലുള്ള പരിപാടി കിട്ടണമെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ചെയ്യണം. വാർത്താമാധ്യമത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്നുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അന്ന് ആ റേഡിയോ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പോയാൽ അദ്ദേഹം ഒരു ജോലിക്കാരനായതുകൊണ്ട് അയാളെ ജോലി കഴിഞ്ഞ് 5 മണിക്ക് കഴിഞ്ഞിട്ട് വന്ന് ഓഫീസ് തുറക്കുമ്പോൾ ഒരു ചെറിയ റൂമിലാണ് അയാൾ താമസിക്കുന്നത്. അപ്പൊ അയാളുടെ അസൗകര്യവും ബുദ്ധിമുട്ടും ഒക്കെ വിചാരിച്ചിട്ട് പലരും അയാളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി പിന്നെ വെള്ളമുണ്ട പുളിഞ്ഞാലിൽ പാലേരി അനന്തൻ നായർ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ചെറുപ്പകാലത്തിലെ ജീവിതത്തിൽ 2 റേഡിയോ മാത്രമാണ് വെള്ളമുണ്ടയിലുണ്ടായിരുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വെള്ളമുണ്ടയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പൊ ഈ കോഴിക്കോടൊക്കെ ഒരുപാട് പോകേണ്ട സാഹചര്യം വന്നേക്കാം. അപ്പൊ എങ്ങനെയായിരുന്നു അന്നത്തെ യാത്ര? അന്നത്തെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് തേത്തമലയിൽ അവര് ഒരു തേയിലത്തോട്ടം തുടങ്ങി. ആ എസ്റ്റേറ്റിലേക്ക് അവർക്ക് മാനേജ്മെന്റിന് വന്ന് നോക്കാനും അവരവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയില ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനും വേണ്ടി ഒരു റോഡുണ്ടാക്കി. ഒരു ചെറിയ വാഹനം കടന്നു പോകുന്ന ഒരു റോഡ്. ആ റോഡിലൂടെ വേനൽക്കാലത്ത് മാത്രം വാഹനം പോകും. അല്ലാത്ത സമയങ്ങളിലൊക്കെ കാളവണ്ടികളാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടുന്ന് മാനന്തവാടി പോകണമെങ്കിൽ മാനന്തവാടി പുഴ കടക്കണം. പുഴക്ക് പാലമില്ല. കാളവണ്ടിയിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാനന്തവാടിയിൽ എത്തിക്കുകയും അവിടെ നിത്യോപയോഗ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുന്നത് കാളവണ്ടിയിലൂടെയാണ്. അപ്പോൾ ഈ ചങ്ങാടത്തിലാണ് കാളവണ്ടി കയറ്റുക. അങ്ങനെ ചങ്ങാടത്തിലൂടെ കാളവണ്ടി കയറ്റി അക്കരെ പോകണം. പനമരം പുഴയ്ക്കും പാലമില്ല. ആ സമയത്ത് പനമരത്തും ഇങ്ങനെ ചങ്ങാടം ഉണ്ടാവും. അങ്ങനെ വലിയ ഭാരമുള്ള വാഹനങ്ങൾ അവിടെ ഇറക്കി വെച്ചിട്ട് 2ാമത് ലോഡ് ചെയ്തിട്ടാണ് പോകാറ്. BMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ മാനന്തവാടിക്കും പനമരത്തേക്കും ഓരോ പാലം കെട്ടൽ വളരെ അത്യാവശ്യമാണെന്ന് കണ്ട് പാലത്തിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും പാലത്തിന്റെ പണി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ മന്ത്രിസഭയിൽ ജോസഫ് മുണ്ടശ്ശേരി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായി വിമോചന സമരം നടത്തി ആ മന്ത്രിസഭയെ 2.5 കൊല്ലത്തെ ഭരണത്തിന്റെ ദിവസം പിരിച്ചുവിടേണ്ടി വന്നു. പിന്നീട് അധികാരത്തിൽ വന്നത് കോൺഗ്രസ് ഗവൺമെന്റാണ്. കോൺഗ്രസ് ഗവൺമെന്റിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PP ഉമ്മർ കോയ എന്ന ആളാണ് പനമരം പുഴയുടെയും
മാനന്തവാടി പുഴയുടെയും പാലം ഉദ്ഘാടനം ചെയ്തു. ആ പാലം ഉദ്ഘാടനം ചെയ്ത് അതിൽ വാഹനങ്ങൾ പോകുന്നത് കാണാൻ വേണ്ടി ഞാനടക്കം പല ആൾക്കാരും പോയിട്ടുണ്ട്. വയനാട്ടില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആകെ ഉണ്ടായിരുന്നത് ഒരു ഹൈസ്കൂള് കൽപ്പറ്റ മാത്രമാണ്. 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നത് വയനാട്ടിലാകെ. വെള്ളമുണ്ട ഈ ഭാഗത്തു നിന്നെല്ലാം അവിടെ പോയിട്ട് പഠിക്കാൻ യാതൊരു മാർഗവുമില്ല. യാത്രാ സൗകര്യങ്ങളില്ല, മോട്ടോർ വാഹനങ്ങളില്ല, നല്ല റോഡില്ല. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും 10ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടാണ് അന്നുണ്ടായിരുന്നത്. ആ സമയത്ത് കുറച്ച് ആൾക്കാർ കോഴിക്കോട്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം നേടാറ്. അവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളിടത്തിൽ പോയിട്ട് അവിടെ താമസിച്ചിട്ട് പഠിച്ചിട്ടാണ് 10ാം ക്ലാസ് മുതൽ അങ്ങോട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയുള്ള ടൗണുകളിൽ പോകണം. വയനാട്ടിൽ യാതൊരു സൗകര്യമില്ല. ആ സ്ഥിതിയിലുള്ള വയനാട്ടിലിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ്, 2 മെഡിക്കൽ കോളേജുകൾ, B.Ed കോളേജ് മാത്രമല്ല, ഈ വെള്ളമുണ്ട പഞ്ചായത്തിൽ തന്നെ 4 ഹൈസ്കൂള് വെള്ളമുണ്ട പഞ്ചായത്തിൽ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലയാണ്. ഈ ജില്ലയിലുണ്ടായ പുരോഗതിയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്രം കൂടെ ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഈ തേറ്റമല എസ്റ്റേറ്റ് ഒക്കെ ഇപ്പോഴും ആ തേയിലയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? അന്ന് അവര് തൊഴിലാളികളെ അടിമകളെ പോലെ കണക്കാക്കി വളരെ ചുരുങ്ങിയ കൂലി കൊടുത്തുകൊണ്ട് സ്ഥിരം തൊഴിൽ കൊടുക്കും. പാടികൾ അവർക്ക് താമസിക്കാൻ ചെറിയ പാടികൾ കെട്ടിക്കൊടുത്ത്, സൗകര്യങ്ങളൊന്നുമില്ലാത്ത പാടികൾ കെട്ടിക്കൊടുത്ത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അന്നത്തെ തൊഴിലാളികളൊക്കെ വളരെ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്തിരുന്നത്. ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യാൻ ധാരാളം ജോലിക്കാരുണ്ടെങ്കിലും ഒരു തൊഴിലും ആരും ചെയ്യിക്കാറില്ല. ആരിടത്തും പൈസ ഉണ്ടാവില്ല. അങ്ങനെ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഷ്ടപ്പാടും മുഴുപ്പട്ടിണിയുമായിട്ടാണ് അന്നത്തെ ആളുകൾ 80% ഇവിടങ്ങളിൽ ജീവിച്ചു വന്നത്. അന്നത്തെ ഒരു മഴക്കാലമൊക്കെ കാലഘട്ടമൊക്കെ മഴക്കാലത്ത് റോഡുകളിൽ ഉറവകൾ പൊട്ടിയിട്ട് വാഹനങ്ങൾ മിക്കവാറും ജനങ്ങൾ തള്ളിക്കൊണ്ടുപോയിട്ടാണ് അവരെ വാഹനങ്ങൾ കടത്തിവിടുക. അവർക്ക് മാത്രമേ ഒരു മോട്ടോർ വാഹനങ്ങളുള്ളൂ, വേറെ ആർക്കും മോട്ടോർ വാഹനമില്ല. ബാക്കിക്കാർക്കെല്ലാം കാളവണ്ടി മാത്രമാണ് അന്ന് വയനാട്ടുകാർക്ക് ആകെ ഉണ്ടായിരുന്ന. ഈ ബ്രിട്ടീഷുകാരുടെ ഉപദ്രവങ്ങളൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് വായിച്ചു കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അടിമകളെ പോലെ കണക്കാക്കുകയും എന്തെങ്കിലും രോഗം വന്ന് ഇന്ന് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നാൽ ആ മറ്റു ജോലിക്കാരെ കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി നിർബന്ധപൂർവ്വം ജോലി ചെയ്യിക്കുന്ന ദുരനുഭവങ്ങൾ ധാരാളം നേരിൽ കണ്ടവനാണ് ഞാൻ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അന്നത്തെ നരകതുല്യമായ ആ ജീവിതം 80% ആളും അരപ്പടിക്കാരും മുഴപ്പട്ടിണിക്കാരുമാണ്. തൊഴിലില്ല, ഒരു പൈസയും കിട്ടാറില്ല. അങ്ങനെയുള്ള ദുരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പുരോഗതിയും റോഡും പാലവും എല്ലാമുള്ള വികസനങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയേറെ മാറ്റങ്ങളുണ്ട്. അന്നത്തെ കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളും അങ്ങയുടെ ഓർമ്മയിലുള്ളത് പറഞ്ഞു തീർക്കാൻ ചിലപ്പം ഈ ഒരു എപ്പിസോഡും ഈ ഒരു ദിവസം ഒന്നും ചിലപ്പോൾ പോരാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അനുഭവങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇത് കേട്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമുണ്ട്. കാരണം നമ്മളൊന്നും അനുഭവിക്കാത്ത, നമുക്കൊന്നും അറിയാത്ത കഥകളാണ്. ഇത് ഒരു കഥയല്ല, അനുഭവങ്ങളാണ്, ജീവിത സാക്ഷിയാണ് ഇതൊക്കെ. അപ്പൊ പുതുതലമുറയിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് റേഡിയോ മാറ്റുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമായിട്ട് കാണും. ഈ റേഡിയോ മാനന്തവാടി ബ്ലോക്കിൽ നിന്ന് 36 കർഷക ചർച്ചാ സമിതികൾ എന്ന പേരിൽ സംഘങ്ങളുണ്ടാക്കി ഓരോ സംഘത്തിനും ഓരോ റേഡിയോ മാനന്തവാടി ബ്ലോക്കിൽ നിന്ന് വെറുതെ കൊടുത്തു. അതിൽ ഒരു വെള്ളമുണ്ടയിലുള്ള കർഷക സമിതിയുടെ ഒരു കൺവീനറാണ് ഞാൻ. എനിക്കും കിട്ടി ഒരു റേഡിയോ. അപ്പോൾ അതിൽ വേസ്റ്റ് വാങ്ങിയിടാൻ 5 രൂപ മാസത്തിൽ അവർ തരും, ബ്ലോക്കിൽ നിന്ന് തരും. അപ്പൊ ഈ കർഷകര എന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് വരാന്തയിൽ ഒരു വിളക്ക് വെച്ച് കുറെ കർഷകരെ എന്റെ വീട്ടിൽ വൈകുന്നേരം 7 മണിക്കായാൽ അവരെ വിളിക്കണം. എന്നിട്ട് കാർഷിക വാർത്തകൾ 7 മണിക്ക് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് റേഡിയോ തുറന്നു വെച്ചു കൊടുത്തുകൊണ്ട് അവരെ കേൾപ്പിക്കുക. എന്നിട്ട് കൃഷിക്കാർ പരസ്പരം ആ കൃഷികളെ സംബന്ധിച്ച് ചർച്ച നടത്തുക. ഒരാൾക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അങ്ങനെ പരിഹരിക്കും. പിന്നീട് പരിഹരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെ സംബന്ധിച്ചും വിളകൾ നശിച്ചു പോകുന്നതിനെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ
പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കാർഡ് വാങ്ങി ആകാശവാണി കോഴിക്കോട് നിലയം കർഷക സമിതിയിലേക്ക് എന്ന് പറഞ്ഞ് കൺവീനർക്ക് കാർഡാക്കാറുണ്ട്. അങ്ങനെ ആ കാർഡ് കിട്ടിയാൽ അവർ പിറ്റേ ദിവസം വെള്ളമുണ്ടയിൽ നിന്ന് കർഷക സമിതിയുടെ ചോദ്യം, അതിനുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷേപണം. ഈ റേഡിയോ കൊടുത്തതും സ്പോൺസർ ചെയ്തതും ബാറ്ററി വാങ്ങാൻ പൈസ കൊടുത്തതും രാസവള നിർമ്മാണ കമ്പനികളാണ്. അവരാണ് ഈ സ്പോൺസർ ചെയ്തത്. അവരിത് സ്പോൺസർ ചെയ്യാൻ കാരണം അവരെ രാസവളങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി അവർ കാശ് മുടക്കും. അങ്ങനെ രാസവളങ്ങൾ പ്രയോഗിച്ച് കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ വയനാട്ടിലടക്കമുള്ള ഭൂമികളും കൃഷി ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി മാറി. ഇപ്പോ അന്ന് 36 കർഷക സമിതിയാണുണ്ടെങ്കിൽ ഇന്ന് 360 കർഷക സമിതി വെച്ചിട്ട് ആ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ജൈവവളങ്ങളെ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നു. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സമൂഹം മാറിയതെന്നും ഇന്നത്തെ നിലയിലെത്തിയതെന്നും ഓർത്തെടുക്കാൻ പോലും നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നത്തെ തലമുറയ്ക്കെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ അങ്ങയുടെ കുടുംബത്തിലേക്കും കൂടെ വരികയാണ്. അങ്ങയുടെ കുടുംബത്തില് ആരൊക്കെയാണ്, എങ്ങനെയാണ് ഇപ്പൊ ഒരു 10-83 വയസ്സായിരിക്കുകയാണ്, എങ്ങനെയൊക്കെയാണ് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്, ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതം ഒക്കെ എന്നൊന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്? എന്റെ കുടുംബത്തില് 6 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് എനിക്കുള്ളത്. 8 മക്കളുണ്ട്. 8 മക്കളെയും നല്ല വിദ്യാഭ്യാസം കിട്ടാവുന്ന സ്കൂളുകളിൽ വെച്ച് പഠിപ്പിക്കുകയും BAയും MAയും BEഡും ഒക്കെ പാസ്സായി വെള്ളമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെ എന്റെ മകൻ ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർഡായി 3-4 കൊല്ലം കഴിഞ്ഞു. മറ്റൊരു മകൻ തളിപ്പറമ്പ് സസ്സെയ്ത് കോളേജിൽ നിന്ന് പഠിച്ച് വാട്ടർ അതോറിറ്റിയിൽ ഒരു താൽക്കാലിക ജോലിയുണ്ടായിരുന്നു. അത് താൽക്കാലികമായതുകൊണ്ട് അത് ഉപേക്ഷിച്ച് ഗൾഫിൽ പോയി ഒരു പ്രസ്സിൽ ജോലി ചെയ്തു. ഇപ്പോൾ അവൻ എന്റെ വീട്ടിലുണ്ട്. എന്റെ ഇളയ മകൾ മാനന്തവാടി തലപ്പുഴയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ബിരുദം നേടി ഇപ്പോൾ കാസർഗോഡ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും പ്രായമായിട്ട് ഒരുപാട് ജീവിതാനുഭവങ്ങൾ, സമൂഹത്തിന്റെ മാറ്റം ഇങ്ങനെ സ്വന്തം കൺമുൻപിക്കോടെ കണ്ടുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ തലമുറയിലുള്ള മക്കളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർ ഓൺലൈനായിട്ടും മറ്റും ധാരാളം പഠിച്ച് വിദ്യാഭ്യാസം നേടി ഇന്നത്തെ ഒരു രീതിയിൽ ജീവിക്കാൻ പഠിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ അതുകൊണ്ട് വിദ്യാഭ്യാസം എല്ലാം നേടി പൂർത്തിയായി എന്ന് പറയാൻ കഴിയില്ല. പഴയ തലമുറയെ വിദ്യാഭ്യാസമില്ലാത്തവരായി നമ്മളിപ്പോ കാണുമ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറ ഞങ്ങളെ പൂർവികന്മാർ വെറും ഭൂമിയിൽ മാത്രമായിരുന്നല്ലോ ജീവിച്ചത്. ബഹിരാകാശത്ത് പോകാനോ മറ്റുള്ള ഗോളങ്ങളിൽ പോകാനോ ഒന്നും അവർക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് അവർ നമ്മളെപ്പറ്റി പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവകരമായ മാറ്റത്തിൽ വിധേയമായി വളരെയേറെ ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രജ്ഞന്മാരായി തന്നെ വളർന്നു വരണം. അധികം പേരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലുമാരും എന്ന ഒരു രീതിയിലേക്ക് മാത്രമാണ് പോകുന്നത്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിൽ നമ്മളെ മക്കള് നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടി വിജയിച്ചാൽ മാത്രമേ നമ്മളെ കുറ്റം പറയാതെ ഒരു ഭാവി തലമുറ ഉണ്ടാവൂ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഈ ജീവിതാനുഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ വിശ്രമ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ അങ്ങയുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഞാനിങ്ങനെ വിദേശത്ത് ഹജ്ജ് യാത്രയൊക്കെ പോയി ഡൽഹിയിൽ താജ്മഹലും മറ്റും ഒക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ അനുഭവങ്ങളൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് എന്നല്ലാതെ വിദേശത്തൊന്നും ഞാൻ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. കാപ്പി കുരുമുളകൊക്കെ ഉണ്ടാവും. പിന്നെ തുണിക്കച്ചവടം, പലചരക്ക് കട, ഹോട്ടൽ കട ഇതൊക്കെ നടത്തി ധാരാളം കച്ചവടം ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ സ്കൂള് ഇവിടെ വന്ന അന്നു മുതൽ തന്നെ ഈ PTA കമ്മിറ്റിയിൽ ഞാനും എന്റെ മക്കളെ പേരിലും ഞാൻ PTA കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിക്കാറുണ്ട്. എനിക്ക് ഈ നാട്ടുകാർ ഒരുപാട് പിന്തുണ തരികയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് കെട്ടിടം മാത്രമായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് സ്ഥിരമായി ഒരു കെട്ടിടം പണിയാൻ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അന്നത്തെ നല്ലവരായ കുറെ AK മാഷ്, കണ്ണൻ നായർ, ടിപ്പുറം മൊയ്തുവാജി, ആറ്റക്കോയത്തങ്ങൾ, ഇബ്രാഹിം മാഷ്, തേത്തമല പള്ളിയിലെ ഫാദർ
ഇവരൊക്കെ കൂടി ഒരു പൗരസമിതി ഉണ്ടാക്കുകയും അതിന്റെ കൺവീനറായി എന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ വീടാന്തരം പോയി പണം പിരിച്ചുണ്ടാക്കി ഇപ്പോൾ നിലവിലുള്ള ഈ സ്കൂളിന്റെ സമീപത്ത് കിടക്കുന്ന നല്ല കെട്ടിടത്തിന് 15 സെന്റ് സ്ഥലം എന്റെ പേരിൽ വാങ്ങി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് അതിന്റെ മണ്ണ് പരിശോധനയും അവിടെ ബിൽഡിംഗ് ആക്കാൻ പറ്റുമെന്ന് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യം വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രപതിയുടെ പേരിൽ ഞാൻ വ്യക്തിപരമായി തീരാധാരം എഴുതിക്കൊടുത്തു. ആ കെട്ടിടം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കർഷക സഹമന്ത്രിയായി കേന്ദ്രത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് രാജോചിതമായ സ്വീകരണം കൊടുത്ത അദ്ദേഹമാണ് ഈ പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഈ സ്കൂളിന്റെ വെള്ളമുണ്ട വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഒരു വ്യക്തിയുടെ കെട്ടിടത്തിലായിരുന്നു. അവിടെ തൊട്ടടുത്ത് മാനേജ്മെന്റ് സ്കൂളുണ്ടായതുകൊണ്ട് ഈ സ്കൂളിൽ വേണ്ടത്ര കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് സ്കൂൾ നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നിയപ്പോൾ ഇവിടെയുള്ള പൗരപ്രമുഖന്മാരെല്ലാം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് ഇവിടേക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ മദ്രസ കെട്ടിടം വാടകയില്ലാതെ വിട്ടുതരാമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ ഇങ്ങോട്ട് മാറി. ആ സ്കൂളാണ് ഇപ്പോൾ ഈ വിദ്യാലയം. ഇപ്പം നിരവധി കെട്ടിടങ്ങളും ആയി ഒരുപാട് പ്രവർത്തനം നടത്തി. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങളോ മതപരമായ ചിന്താഗതികളോ ഒന്നുമില്ലാതെ എല്ലാ പിന്തുണയും നാട്ടുകാർ തന്നതുകൊണ്ട് ഒരുപാട് പുരോഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതാനുഭവങ്ങൾ കൊണ്ട് ധന്യനാണ് ഇദ്ദേഹം. തന്റെ ചെറുപ്പകാലത്തെ അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങൾ നാട്ടിൽ വന്നതിൽ സന്തുഷ്ടനാണ്. പ്രായാധിക്യം തളർത്തുന്നതിനു മുൻപേ സമൂഹത്തിലിറങ്ങി നാടിന്റെ വികസനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ സന്തുഷ്ടനായി വിശ്രമ ജീവിതം ആസ്വദിക്കുകയാണ്. ഇതുപോലെ സന്തോഷകരമായി ജീവിതം എന്നും മുന്നോട്ടു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യമീ ജീവിതം. അനുഭവങ്ങളുടെ നിറവിലൂടെ